നെല്ലിന്റെ സംഭരണ വില കിലോഗ്രാമിന് 40 രൂപയാക്കണമെന്ന് ദേശീയ കർഷക സമാജം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ ഉടനടി കർഷകന് പണം ലഭ്യമാക്കുക, PRS വഴിയുള്ള വായ്പാ സമ്പ്രദായം അവസാനിപ്പിക്കുക, നാളികേരത്തിന്റെ സംഭരണ വില കിലോഗ്രാമിന് 45 രൂപയാക്കുക, സംഭരിച്ച നാളികേരത്തിന്റെ വില കാലതാമസമില്ലാതെ കർഷകർക്ക് നൽകുക, വന്യമൃഗങ്ങളുടെ അതിക്രമത്തിൽ നിന്നും മനുഷ്യരെയും കാർഷിക വിളയെയും സംരക്ഷിക്കുക, കൃഷിനാശത്തിനും മനുഷ്യരുടെ ജീവഹാനിക്കും മതിയായ നഷ്ടപരിഹാരം നൽകുക, പറമ്പിക്കുളം ആളിയാർ നദീജല കരാർ പുനരവലോകനം ചെയ്യുക, കുരിയാർകുറ്റി കാരപ്പാറ പദ്ധതി നടപ്പിലാക്കുക, കർഷക പെൻഷൻ 10,000 രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ചിറ്റൂരിൽ നടത്തിയ കർഷക സമാജം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ കിസാൻ മഹാസംഘ് ചെയർമാൻ അഡ്വക്കേറ്റ് ബിനോയ് തോമസ് ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജി പ്രഖ്യാപിച്ചതുപോലെ ഒരു പരിധിവരെ ഞങ്ങൾ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ഒരു പരിധി കഴിഞ്ഞാൽ ലോകം സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് ഗാന്ധിജി പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പുറത്തു പോകൂ, ഇല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ നിങ്ങളെ പുറത്താക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആദ്യം നിസ്സഹകരണ സമരവും നിയമലംഘന സമരവും പ്രഖ്യാപിച്ച ഗാന്ധിയൻ പാത പിന്തുടർന്നുകൊണ്ട് നിലനിൽക്കാൻ കഴിയുന്ന കർഷകർ ആവശ്യമെങ്കിൽ നാളെ നമ്മുടെ ഗവൺമെന്റുകളോട് ഭരണാധികാരികളോട് ഞങ്ങൾ നിയമലംഘനത്തിന് തയ്യാറായി മുമ്പോട്ട് വരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് തരുമെന്ന് പ്രഖ്യാപിക്കേണ്ട സാഹചര്യം സംജാതമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് ഇന്ത്യയിലെ കേരളത്തിലെ ഭരണാധികാരികൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട്. സമാജം ജില്ലാ പ്രസിഡന്റ് മുതലാം തൊടുമണി അധ്യക്ഷനായി. RKMS നാഷണൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് KV ബിജു മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് മാർട്ടിൻ തോമസ്, റോസ് ചന്ദ്രൻ, ജോയ് കണ്ണഞ്ചിറ, MC മുരളീധരൻ, PC ശിവശങ്കരൻ, C വിജയൻ, സജീഷ് കുത്തനൂർ, S അതിരഥൻ എന്നിവർ ആശംസപ്രസംഗം നടത്തി. ജനറൽ സെക്രട്ടറി V രവീന്ദ്രൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി S സുരേഷ് നന്ദിയും പറഞ്ഞു.